പൊരുത്തമില്ലാത്ത ഒരു മുതലും അനുവദനീയമല്ല. ഇന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകൾ വേട്ടയാടപ്പെടുകയാണ്, വേദനിക്കപ്പെടുകയാണ്, കണ്ണീരിലാഴ്ത്തപ്പെടുകയാണ്. പല വീടുകളിലും ആത്മഹത്യാ പ്രവണതകളിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. എന്നാൽ വധുവിന്റെ വീട്ടിൽ നിന്ന് വരന് കുറെ സമ്പത്ത് കൊടുക്കുക എന്നുള്ള ചിന്താഗതി തെറ്റായ ധാരണയാണ്. ആ ധാരണ തിരുത്തേണ്ടതുണ്ട്. അതേസമയത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു പുരുഷൻ അങ്ങോട്ട് മഹർ കൊടുത്ത് ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് സന്തോഷത്തോടുകൂടെ അവളെ കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതേസമയത്ത് ഒരു പിതാവ് സ്വന്തം മകൾക്ക് സന്തോഷത്തോടുകൂടെ പൊരുത്തത്തോടുകൂടെ അവർ നൽകുന്ന സമ്മാനങ്ങൾ, അവർ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സുകൾ, സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയവയൊക്കെ സ്വീകാര്യയോഗ്യമാണ്. അതേസമയത്ത് അവിടെയും നാം മനസ്സിലാക്കേണ്ടത് ചോദിച്ചു വാങ്ങാനോ നിബന്ധന വെക്കാനോ നിർബന്ധം പിടിക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളായ ജനങ്ങളെ, ഹറാമിനെ കലർത്തിക്കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കാൻ നിൽക്കരുത്. മറ്റുള്ളവരുടെ പൊരുത്തമില്ലാത്ത ഒരു സമ്പാദ്യവും